വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മഹത്തായ ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം ചർച്ച അനുവദിക്കുന്നില്ലെന്നും ഇത് രാജ്യം കാണുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണം സഭയിൽ ചർച്ച ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് പ്രതിപക്ഷം മറുചോദ്യം ഉന്നയിച്ചു. और ओलंपिक कराने के लिए അരവിന്ദ് വിശദാംശം നൽകും. അരവിന്ദ്, വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്താണ് ഇന്ന് സഭയിൽ നടന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ലോക്സഭയിൽ ഉണ്ടായത്. കൃത്യമായി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഈ സഭാ സമ്മേളനം ആരംഭിച്ച മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു അനുകൂല നിലപാട് ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ സ്പീക്കറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ആ വിഷയം ചർച്ച ചെയ്യുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇന്നും വലിയ പ്രതിഷേധം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കേന്ദ്ര സർക്കാർ ഇന്ന് 2 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിക്കുവാനിരിക്കുകയായിരുന്നു. കായിക ബില്ലായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനിരുന്നത്. പക്ഷേ ഈ ബില്ലുകളുമായി മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും പ്രതിപക്ഷം അനുവദിച്ചില്ല. അതിന് വലിയ വിമർശനമാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അടക്കം ഉയരുന്നത്. കാരണം സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സഭാ സമ്മേളനം ചേർന്നിട്ട് ഇതുവരെ ഒരു ബില്ല് പോലും പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾ ഇതൊക്കെ കാണുന്നു എന്ന വിമർശനമാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മഹത്തായ 2 ബില്ലുകൾ ഇന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ രീതിയിലൊരു നാണക്കേടുന്നതാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കൃത്യമായി ഈ സർവകക്ഷി യോഗത്തിലടക്കം ഈ ബില്ലുകളിൽ ചർച്ച നടക്കാമെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. നാളെ 11 മണിക്ക് വീണ്ടും ചേരുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.